അങ്ങനെ തന്നെയാണോ? കറണ്ട് പോയി. ഇനി വല്ല ബെനിടാം. തമ്മിയുടെ കറണ്ട് ഇല്ലട്ടാ. ഒട്ടൂല്ലേ? ഇതേ കാർബൈഡ് തിരുന്നിരിക്കണ്ട. ആ സാധനം വാങ്ങിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ബോട്ട് കിട്ടാവോ? കുടി നിർത്തിയ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. 8 ദിവസമായില്ലേ കുടി നിർത്തിയിട്ട്? 8 ദിവസമായി. വലിയ കാര്യം. നീ പോയിട്ട് പെട്ടെന്ന് വാ. അതെ, പെങ്ങളുടെ കാര്യം കൊണ്ട് മാത്രം പോണത് തമ്മിണ. ഇതേ പോയിട്ട് പെട്ടെന്ന് വരാട്ടാ. ആ പണിയൊക്കെ വേഗം തീർത്തേക്ക്. പണിന്റെ പട്ടി തീർക്കും. തീർത്തല്ലേ പറ്റൂ. തപസ്സിരിക്കല്ലേ പിശാച് മോറാൻ. ഉറങ്ങി. തമ്മിണ ഞാൻ ഇറങ്ങണ്ടാ. അതെ, കുടി നിർത്തിയ കേസൊക്കെ അമ്മയോട് പറയണ്ടാ. എടാ ജോസേ, സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെ എടാ അതിന്റെ സുഖം. അതല്ലേ പറഞ്ഞേ. ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം, പാൽക്കാരെ കാണാം, നല്ല സുഖാ. അണിബിനെ ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായതുകൊണ്ടാണ്. നന്നാം തീരുമാനിച്ചില്ല എന്റെ തമ്പി കൂടിയാ. നീയേ വരുമ്പോ ആ നാട സാധനല്ലേ അത് ലേശം മാറ്റി. തമ്മിയാണ് ഇപ്പൊ പറഞ്ഞു കുടി നിർത്തി പറഞ്ഞിട്ട്. നിർത്തിയടാ, കുടി നിർത്തി. നിർത്തുമ്പോ അതിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സുഖം ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വീണ്ടും തുടങ്ങണ്ടേ? അപ്പൊ നമ്മളിത് നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, അങ്ങനെ പോവാ. തമ്പിളിനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇങ്ങനെ കുടിച്ച പണി തീർന്നിട്ടും. പണി എന്നായാലും തീരും. തമ്പി പണി കഴിഞ്ഞ പണി കഴിയും. രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചോണ്ടിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞെന്ന് ചോദിച്ചോണ്ടിരിക്കും പിശാചി. റേഞ്ച് നീ പറ. കൊറേ നേരം ഞാൻ വിളിക്കുന്നേ. എന്തെടുക്കായിരുന്നു? ഞാൻ കുളിക്കായിരുന്നു. പറ. ഏയ് ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. കാര്യങ്ങളിപ്പോ എന്താ? ഇനിയിപ്പോ ഷോപ്പ് എന്തായാലും വെക്കേണ്ടി വരും. അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. എന്താ ഈ പറയണ ഗിരിയേട്ടാ? ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. അല്ല നീ പറ ഇപ്പൊ. അതല്ല ഗിരിയേട്ടാ, ഞാൻ പറയണ കേൾക്ക്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓക്കേ, ഞാൻ നിന്നെ വിളിക്കാട്ടോ. അതല്ല ഗിരിയേട്ടാ, വെക്കൽ. ഞാൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാം. ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ. ശരി ശരി. സാറേ, കണ്ടിട്ടത്ര നാളായി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, ഇപ്പൊ ഫ്രീ അല്ലേ? അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ സാറേ എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, വാടക തന്നിട്ട് കുറെ കാലമായി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ. നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോഴും 3 മാസത്തെ ഉണ്ട്. അപ്പൊ ബാക്കി 3 മാസത്തെയോ? എടോ, 6 മാസത്തെ മുടങ്ങി കിടക്കുക. അത് ഞാൻ തരാ. നീ തന്നെ തരണം. ഞാനിവിടെ നാടൊന്നും വിട്ട് പോകാൻ പോകുന്നില്ല സുഭാഷേ. നീ പൊക്കോ. നീ പോന്ന തന്നെയാടാ എനിക്ക് നല്ലത്. നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവൻ എവിടുന്ന് കിട്ടി? എനിക്ക് രവിചേട്ടാ, നിങ്ങൾ ചിരിച്ചിരിച്ചാവും. മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. പിന്നെ മനസ്സിലായി. 15 രൂപ. പീഡനശ്രമം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ പീഡിപ്പിച്ചു. നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി. അപ്പൊ പോയ പിള്ളേരെ 2-9 പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ? പിന്നെ ഡെയിലി പണിക്ക് പോകാൻ ഞാൻ ബംഗാളിയല്ലേ. അവര് കുടുംബം നോക്കും. പറ്റിലെഴുതിയോ? തന്നാ മതിയായിരുന്നു.
കാശിന് മുട്ടുള്ളപ്പോ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും, കറക്റ്റായിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനെ ഗിരി, നിന്റെ അളിയൻ വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 6 ലക്ഷം രൂപ കടം തന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ സങ്കടം ധർമ്മസങ്കടം. ഞാൻ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എടാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തേക്ക് ഞാൻ പറയും. അത് ഞാൻ ഇനിയും പറയും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ നീ പുറത്താക്കണ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോക്കേ. എന്താണ് നിന്നെ ഞാൻ പറഞ്ഞോളാം. നീ ചോദിക്കടാ. നീ ഫോൺ വെച്ച് പോയവിടുന്ന്. എന്ത് പണ്ടാറ എന്നെ നീ തുറച്ചു നോക്കണേ? ജോസേ, നിനക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം. അപ്പൊ അതൊക്കെ മാറും. പറയടാ. എനിക്കൊരു പ്രശ്നമില്ല തമ്മിയണ്ണ. പിന്നെ ഈ തെണ്ടികളെ കൂടി എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ജോസിനോട് ഒരു കളി ഉണ്ടായിക്കോ. ഞാൻ ഈ കള്ളുപിടിച്ചാവും. അത് ഉറപ്പുള്ള കേസാ. ഞാൻ വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂറായി. ഇങ്ങോട്ടേക്ക് ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് 1 മണിക്കൂറായി. ഇത്ര നേരം എന്റെ പെങ്ങളെ കാര്യം നമ്മുടെ പെങ്ങളെന്ന് പറയടാ. ചോദിച്ചാ നമ്മളെ പെങ്ങളെ പറ്റി ചോദിച്ചാ? അത് വിട്ടുപോയടാ ചക്കര. ഒരു ചക്കരയും ചുക്കര്. എന്തായി നമ്മുടെ പെങ്ങളെ കാര്യം? എന്താവൻ കാണാൻ വന്ന ചക്കൻ അവൾക്ക് ഭംഗിയിലെ പൊക്കിലെന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കാ. ഞാൻ ഒന്ന് ചെയ്യണ തമ്മിണ്ണ. നീ ആ നമ്പറിട്ട് തന്നേ, ഞാൻ ആ ചെറ്റയെ വിളിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഇത് ഓവറാക്കണ്ട, നിർത്തിക്കോ. ഞാൻ 9 ദിവസം നിർത്തിയില്ലടാ. എടാ, ഞാൻ 9 ദിവസം നിർത്തിയില്ലേന്ന്. ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാനം ഉണ്ടായിരുന്നു. നിനക്കൊക്കെ ഞാൻ സമാധാനക്കട. മാട്ടി ഈ വാട്സാപ്പിന് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കണടാ? ചോദിക്കണ അറിയാൻ പറ്റോ? രമണ, ഞാൻ നിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിന്റെ പലിശ മുടക്കി മറുത്തിട്ടുണ്ടോ? ഇപ്പം മുടങ്ങില്ലേ ക്ലീറ്റസേ? അത് ഞാൻ സഹിക്കില്ല. മുടക്ക് പറ്റത്തില്ല. പലിശ തരണേന്റെ തലേ ദിവസം നിന്നെ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നതേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ. പലിശ മുടക്കിയ ഞാൻ ഉടക്കും. എടാ, ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ല. നീ 2 ദിവസം സമയം എന്താ? കാശാണ്. നീ എന്താടാ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാശ് തരണം. ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും, ഒരു ചാരുകസരായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങിരിക്കും. കേട്ടാ? നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. നിനക്കെന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. നീ മറ്റേ പിറകെ പിള്ളേരുടെ വർത്താനം എൻ്റെ അടുത്ത് എടുക്കല്ലേ? ക്ലീറ്റസേ, ഹലോ. തനിക്കുളം കാണാം.